ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. കുറച്ച് ലോങ് ബ്രേക്ക് തന്നെ എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തവർ ഇനിയും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൈഡ്രാ ഫേഷ്യലാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹൈഡ്രാ ഫേഷ്യലാണ്. നല്ല റിസൾട്ട് കിട്ടും. ഫേഷ്യൽ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ഗ്ലോയും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ല സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആവാനും പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ചേഞ്ചസ് നമ്മുടെ ഫേസിൽ, അതായത് നമ്മൾ കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് നമുക്ക് എന്തായാലും ഫേസിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് കിട്ടും. വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് തക്കാളി, കേട്, അതുപോലെ തന്നെ പാല്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് എന്തായാലും റിസൾട്ട്, അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണാടി നോക്കുമ്പോൾ എന്തായാലും ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യും കേട്ടോ. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാമെന്ന് നമുക്ക് കണ്ടിട്ട് തരാം. ഇതാണ് ഞാൻ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്യുക എന്നതാണ് കേട്ടോ. പെട്ടെന്ന് ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടാനും നമ്മുടെ സ്കിന്നൊന്ന് പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനും, എൻ്റെ സ്കിന്നിൽ കുറച്ച് ഓയിലി ആയിട്ട് തോന്നില്ല, അപ്പോൾ ആ ഒരു സെബം ഒക്കെ പ്രൊഡക്ഷൻ ഒന്ന് റിമൂവ് ചെയ്യാനും ഓയിൽനെസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന പോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ മിൽക്ക് എടുക്കുക. റോ മിൽക്ക് എന്ന് പറയുന്ന ഒരു ക്ലെൻസറാണ്, ഒരു അടിപൊളി ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ്. കൈ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് ഇതുപോലെ റോ മിൽക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു അടിപൊളി ക്ലെൻസറാണ് ഈ ഒരു റോ മിൽക്ക് എന്ന് പറയണത്. ഈ റോ മിൽക്ക് ചേരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസിൽ നിന്ന് വേണമെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ പയറുപൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫേസിൽ നിന്ന് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാറ്റി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേരുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ടില്ല, ഞാൻ ആ മിൽക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റുകയാണ് ചെയ്തത്, വാഷ് ചെയ്തില്ല കേട്ടോ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയണത്, അപ്പോൾ തന്നെ സ്കിൻ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ആ ഒരു ഓയിൽനെസ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. നമ്മൾ വേറെ ഫേസ് വാഷ് ഒന്നും ചെയ്തിട്ടില്ല, അതായത് ഫേസ് വാഷ് പോലുള്ള യൂസ് ചെയ്തില്ല, വെറുതെ വെള്ളം കൊണ്ട് കഴുകുക മാത്രം ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് സ്ക്രബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൊമാറ്റോൻ്റെ പകുതി വേണം, സ്ലൈസ് ചെയ്തത് വേണം. അതിലേക്ക് കുറച്ച് കോഫി പൗഡർ, ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരുപാട് ഹാർഡായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യില്ല. കാരണം ആ ഒരു തക്കാളിൻ്റെ ആ ജ്യൂസും ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് അത്ര ഒരു ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ഈ തക്കാളി ജ്യൂസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമ്മുടെ ഫേസിന് നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ തക്കാളി എന്ന് പറയുന്നത് കേട്ടോ. ഡാർക്ക് ഒരു സ്കിൻ ടോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഒരു ബ്രൈറ്റൺ സ്കിൻ കിട്ടാനൊക്കെ നമ്മൾ തക്കാളി ജ്യൂസ് യൂസ് ചെയ്യണത് നല്ലതാണ്. അപ്പം ഹൈഡ്രാ ഫേഷ്യൽ നന്നായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ജ്യൂസ് തന്നെ യൂസ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ അലർജീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് മാറ്റിയിട്ട് ഇതിന് പകരമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ തക്കാളി ഇത് നന്നായിട്ടൊന്ന്, അതായത് തക്കാളി ജ്യൂസ് നമുക്ക് കുറച്ച് ഇതാകുമ്പോൾ നമ്മൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ തക്കാളി ജ്യൂസ് വീണ്ടും വരും കേട്ടോ. അപ്പം അതങ്ങനെയാണ്. അപ്പോൾ ആ സ്കിന്നിലൊന്ന് അബ്സോർവ് ആവണം. കുറച്ച് കൂടുതൽ നേരം നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം നമ്മൾ കെമിക്കൽസ് ഒന്നും അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം നമ്മളിതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് മുമ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഞാൻ സ്കിന്നിൽ നന്നായിട്ട് പിടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. എന്നിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയാണ് ഞാൻ ചെയ്തത്. അതിന് മുമ്പായിട്ട്, വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പുള്ള നമ്മുടെ
ഫേഷ്യലിനുള്ള ഒരു പാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. കടലമാവ് ആവശ്യത്തിന് എടുത്തു. അതിനുശേഷം തൈര് ആഡ് ചെയ്തു. തൈര് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ചേരുന്ന പാലോ അങ്ങനെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. തക്കാളി ജ്യൂസാണ് പിന്നെ ഞാൻ ആഡ് ചെയ്ത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അത് കുറച്ച് ഇടുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ കുറച്ച് നമ്മൾ സാധാരണ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഒരു ചെറിയൊരു ഗോൾഡൻ ഫിനിഷ് നമുക്ക് കിട്ടും ഈ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അതില്ലെങ്കിൽ വേണ്ട. എൻ്റെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കോഫീൻ്റെയും ടൊമാറ്റോൻ്റെ ആ ഒരു പാക്ക് റിമൂവ് ചെയ്തപ്പോൾ ആ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആയ പോലെ ഫീൽ ചെയ്തു. കാരണം ആ ഡൾനെസ്സൊക്കെ ഒന്ന് മാറി, ഓയിൽനെസ്സൊക്കെ ഒന്ന് റിമൂവായി. അപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ പാക്കാണ് ഞാനതിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് തിക്കായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കറിയാലോ മറ്റേ കടലമാവ് എന്ന് പറയുന്നത് ഫേസിന് നല്ലതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ തക്കാളി ജ്യൂസ് ആഡ് ചെയ്യുമ്പോഴും തൈര് ആഡ് ചെയ്യുമ്പോഴും സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡൾനെസ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഈ ഒരു റിസൾട്ട് നമുക്ക് കുറച്ച് കൂടുതൽ എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾ ഫേസിൽ ഇടയിലിടയിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഈ പാക്ക് മാത്രം നമുക്ക് ഫേസിൽ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു കൂളിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. സ്കിൻ ആ ഡൾനെസ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ട്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തതിനേക്കാട്ടി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓഫാക്കിയിട്ട് ഒന്നും കൂടി ഓണാക്കി നോക്കൂ. ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. സോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.